അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചും നികുതി ചുമത്തുകയാണ് തന്റെ പദ്ധതിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റു രാജ്യങ്ങൾക്ക് US ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു. മറ്റു രാജ്യങ്ങൾ ഞങ്ങൾക്ക് നികുതി ചുമത്തിയാൽ അതേ തുക തിരിച്ചും നികുതി ഈടാക്കും. എല്ലായ്പ്പോഴും അവർ ഞങ്ങൾക്ക് അധിക നികുതി ചുമത്തുകയാണ്. ഞങ്ങൾ തിരിച്ച് അങ്ങനെ ചെയ്യാറില്ലെന്നും ട്രംപിനെ ഉദ്ധരിച്ച് ന്യൂസ് ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ചൈനയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കിടെയാണ് ട്രംപിന്റെ പ്രതികരണം. ചില US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉയർന്ന നികുതി ചുമത്തുന്നതായി അദ്ദേഹം ആരോപിച്ചു. US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 100% നികുതി ഈടാക്കിയാൽ തിരിച്ചും അതുതന്നെ ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നൽകിയ മുന്നറിയിപ്പ് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രാഥമിക വ്യാപാര കറൻസിയായ ഡോളറിനെ ഉപയോഗിച്ചില്ലെങ്കിൽ 100% നികുതി എന്ന സാഹസത്തിനെ താൻ മുതിരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. 9 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി 2009 സഖ്യത്തിന്റെ തുടക്കം. രൂപീകൃതമായ സമയത്ത് ഇത് ബ്രിക് ആയിരുന്നു. ലോകരാജ്യങ്ങളുടെ മൊത്തം വിസ്തൃതിയുടെ 1/4 ലോക ജനസംഖ്യയുടെ 40% അവകാശപ്പെടാവുന്ന രാജ്യങ്ങളെന്ന നിലയിലാണ് ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഈ സഖ്യം നിർണായകമായി മാറിയത്. 2011 ദക്ഷിണാഫ്രിക്ക കൂടി സഖ്യത്തിന്റെ ഭാഗമായി. അങ്ങനെയാണ് ബ്രിക്സായി ബ്രിക് മാറുന്നത്. 2024 എത്തിയപ്പോഴേക്കും ഈജിപ്ത്, എത്യോപ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളും സഖ്യത്തിൽ അംഗങ്ങളായി. ഡോളറിനെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ സമാന്തര ബ്രിക്സ് കറൻസി പുറത്തിറക്കുകയോ മറ്റ് ഏതെങ്കിലും കറൻസിയെ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്നാണ് US നിയുക്ത പ്രസിഡന്റിന്റെ ആവശ്യം.